നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രവാസികൾ എല്ലായ്പ്പോഴും നമ്മുടെ രാജ്യത്തെ കൈചേർത്ത് പിടിക്കുവാനും നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ പ്രവാസികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് കഴിയുന്നത്ര സഹായം നൽകാറുണ്ട്. പലപ്പോഴാണ് പ്രവാസ ലോകത്ത് അകപ്പെട്ടു പോയ പല പ്രവാസികളെയും പുതിയ ജീവിതത്തിലേക്കും പുത്തൻ അനുഭവങ്ങളിലേക്കും അവരുടെ സ്വന്തം നാട്ടിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും കൈചേർത്ത് പിടിച്ച് തിരിച്ചയക്കാൻ പല ഘട്ടത്തിലുമാണ് പ്രവാസികൾ വഴിയൊരുക്കിയിട്ടുള്ളത്. പ്രവാസി നാട്ടിൽ പ്രവാസികൾ തന്നെയാണ് പ്രവാസികളുടെ പടച്ചവനായി പലപ്പോഴും വരാറുള്ളത്. ഇപ്പോഴിതാ ഇവിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്ഫാന്റെ പിതാവ് പേരുമല ആർച്ച് ജംഗ്ഷൻ സൽമാൻ അബ്ദുൾ റഹീം തിരുവനന്തപുരത്ത് എത്തിയതും ഇത്തരത്തിൽ പ്രവാസികളുടെ കരുണ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 7 വർഷം അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറി താൻ നാട്ടിലേക്ക് വരണമെന്ന് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ, തന്റെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം പോലെ അദ്ദേഹം കണ്ടിരുന്ന തന്റെ നാട്ടിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ മടങ്ങി വരവ് തന്റെ ഏറ്റവും ഇളയ പുത്രന്റെയും അമ്മയുടെയും സഹോദരന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആകെ താളം തെറ്റിയ അവസ്ഥയിൽ എന്താണ് എന്നറിയാതെ മരവിച്ച അവസ്ഥയിൽ വന്ന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ ആയിരിക്കണം തിരിച്ചു വരേണ്ടി വരിക എന്ന് ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഇന്ന് അദ്ദേഹം അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് അനവധി ആളുകളുടെ സഹായമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 7 വർഷമായി അദ്ദേഹം ഇക്കാമ പോലെയുള്ള അടക്കം നിയമം ലംഘിച്ചുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഉറ്റവരെയും ഉടയവരെയും അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ അവിടെ പെട്ടുപോകും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പല ആളുകളും ഈ വാർത്ത കേട്ട് യൂസഫ് അലി അങ്ങെങ്കിലും സഹായിക്കൂ എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ തുണയായി എത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അനവധി ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ പടച്ചവൻ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് മറ്റുള്ള കൂടെ ഉള്ളവരെയും കൂടി അവന്റെ ദുഃഖത്തിൽ അവന്റെ കഷ്ടതയിൽ ഒന്ന് കരകയറ്റാൻ കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 7:45 കൂടി 7:45 കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അബ്ദുൾ റഹീം എത്തിയിരുന്നു. സ്വീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. DK മുരളി MLA ഓഫീസിലേക്കാണ് ആദ്യം പോയത്. പിന്നാലെ തന്നെ പാങ്ങോടുള്ള കുടുംബ വീട്ടിലേക്ക് പോകും. മരിച്ചവരുടെ കബറിടം സന്ദർശിച്ച ശേഷം അദ്ദേഹം ഭാര്യയെ കാണാനായി ആശുപത്രിയിൽ എത്തുമെന്നാണ് നിഗമനം. മകനെ ഒരു നോക്കും ഒരിക്കൽ പോലും കാണേണ്ടതില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അച്ഛൻ ഉള്ളത്. അഫാന്റെ ക്രൂരതയും ഇളയ മകന്റെ മരണവും ഒന്നും അമ്മ ഷെമി ഇതുവരെ അറിഞ്ഞിട്ടില്ല. റഹീം എത്തിയ ശേഷം എല്ലാം സാവധാനം അറിയിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം പോലീസ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. അപ്പോൾ മാത്രമേ ഈ ദുരന്തത്തിന്റെ ഈ കൊടൂരതയുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ. ഇക്കാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായ സാമ്പത്തിക പ്രതിസന്ധിയിലുമായി 7 വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിഞ്ഞ അബ്ദുൾ റഹീമിന് തുണയായത് പ്രവാസ ലോകത്തിന്റെ പിന്തുണ തന്നെയാണ്. അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്ഫാന്റെ പിതാവ് റഹീം ഒടുവിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇളയ മകന്റെ മരണവും ഉമ്മയുടെയും സഹോദര ഭാര്യയുടെയും വേർപാടിനൊപ്പം മൂത്ത മകൻ അഫ്ഫാൻ കൊലക്കേസിൽ പ്രതിയാവുക കൂടി ചെയ്യുകയാണ്. ആ നടുക്കുന്ന കൂട്ടക്കൊലയോടെയാണ് റഹീമിന്റെ സൗദിയിലെ പ്രതിസന്ധി ജീവിതം പുറത്തേക്ക് വന്നത്. ഇതോടെ ഇടപെടലുകൾ ഉണ്ടായി. ഇതായിരുന്നു നാട്ടിലേക്ക് മടങ്ങിയെത്താൻ റഹീമിന് വഴിയൊരുങ്ങിയത്. ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായ നാസ് വക്കമാണ് റഹീമിന് നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാക്കിയ ഇടപെടലിന് പിന്നിൽ. നാസ് വക്കത്തിന്റെ ഇടപെടലിലൂടെ കൂടിയാണ് യാത്രാരേഖകൾ ശരിയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ നാസ് വക്കം ആശ്വസിപ്പിക്കുകയും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ജവാസത്ത് അതായത് സൗദി പാസ്പോർട്ട് വകുപ്പ് ഈ സിസ്റ്റം പരിശോധിച്ചപ്പോൾ തന്നെ ഒരു തരത്തിലുമുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്ന് മനസ്സിലായി. തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയെന്ന സ്പോൺസർ പരാതിപ്പെട്ട് ഹുറൂബ് കേസിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു പരാതി സ്പോൺസറും നൽകിയിരുന്നില്ല. എന്നാൽ ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. 3 വർഷത്തെ ഇക്കാമ ഫീസും ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് 1.5 ലക്ഷത്തോളം റിയാൽ അടക്കണമായിരുന്നു. ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനെ പോലെയുള്ള പ്രവാസി വ്യവസായികൾ സഹായം വാഗ്ദാനം ചെയ്ത നാസ് വക്കത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൗദി നാടുകടത്തൽ കേന്ദ്രം, പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ മേധാവികളെ നേരിൽ കണ്ട് ദയനീയ സ്ഥിതി ബോധ്യപ്പെടുത്തിയതോടുകൂടി മനസ്സലിഞ്ഞ് അവർ സഹായിക്കാൻ സന്നദ്ധമാവുകയായിരുന്നു. പിന്നീട് അബ്ദുൾ റഹീമിനെ നാസ് ദമാം നാടുകടത്തൽ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാക്കി.
സാധാരണ ഒരാൾ നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയാൽ 3 ദിവസം കഴിഞ്ഞ് മാത്രമേ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ. കുറഞ്ഞത് 7 ദിവസമെങ്കിലും കഴിയാതെ നടപടികൾ പൂർത്തിയാക്കലും സാധ്യമല്ല. എന്നാൽ അധികൃതർ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ നിയമക്കുരുക്കും അഴിച്ച് ഫൈനൽ എക്സിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുകയായിരുന്നു. മറ്റു തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി രഹസ്യമായി തന്നെയാണ് എല്ലാ നീക്കവും ചെയ്തത്. റഹീം ദീർഘകാലം റിയാദിൽ കാർ ആക്സസറീസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. അതൊക്കെ നഷ്ടമായതിനെ തുടർന്ന് 1.5 മാസം മുമ്പാണ് ദമാമിലേക്ക് വന്നത്. കുറെ കാലമായി സ്പോൺസറെ കണ്ടിട്ടുമില്ല. എന്നാൽ തനിക്കെതിരെ ഒരു കേസും സ്പോൺസർ നൽകിയിട്ടില്ല എന്ന രേഖകൾ പരിശോധിച്ചപ്പോൾ ബോധ്യമായി. ഇതാണ് നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സഹായകമായത്. സ്പോൺസർമാരുടെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായേനെ. നാട്ടിലെത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന ഉറപ്പിലാണ് യാത്ര. ഇത്ര വേഗത്തിൽ നാട്ടിലെത്താമെന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് റഹീം പറയുന്നു. റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം. പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി. വലിയ കടക്കാരനുമായി. കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത്. അൽമുന സ്കൂളിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വാഹനങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന ചെറിയ കടയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. ഇതിനിടയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വീട് വിൽക്കണം, കടങ്ങൾ തീർക്കണം, സമാധാനമുള്ള ഒരു ജീവിതം വേണം. ഇതായിരുന്നു ആഗ്രഹം. റഹീം വിശദീകരിക്കുകയായിരുന്നു. അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് തന്നെ കൂടുതൽ വാത്സല്യം നൽകിയിരുന്നു. അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത്. 10 മാസത്തോളം റിയാദിൽ ഒപ്പമുണ്ടായിരുന്നു. കാറ്ററിംഗിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു. അടുത്ത ദിവസങ്ങളിലൊന്നും അവനെ ഫോണിൽ കിട്ടിയിരുന്നില്ല. ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കിടാറുണ്ടെന്നും റഹീം പറഞ്ഞു. ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരമായത്. അവന് ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ടാണ് കൊന്നത്. അവനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്നും റഹീം പറയുന്നു. എന്തായാലും മകനുണ്ടായ ഇല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് സംഭവിച്ച ഈ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ഈ കൊടും ക്രൂരതയുടെ ബാക്കി അവശേഷിപ്പ് എന്നോണം ഭാര്യ ജീവനോടെ ഉള്ളതാണ് ഏക ആശ്വാസമായിട്ടുള്ളത്. ഭാര്യയ്ക്ക് മകൻ നിരന്തരം ഇങ്ങനെ മാനസികമായി ഭാര്യയെ ടോർച്ചർ ചെയ്തിരുന്നു. അതായത് അമ്മയോട് സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കടബാധ്യതയൊക്കെ തന്നെ തന്റെ ജീവിതം, തന്റെ 23 വയസ്സിൽ താൻ അനുഭവിക്കേണ്ട, താൻ നടത്തേണ്ട ആഡംബര ജീവിതം ഒന്നും നടക്കുന്നില്ല. കടമായിരുന്നാലും ശരി, എങ്ങനെയായിരുന്നാലും ശരി, തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം. താൻ ആഗ്രഹിച്ചു വാങ്ങിയ കാർ വിറ്റത് അത് പ്രധാനമായി റഹീമിനോടും ഉമ്മയോടും ഒക്കെ തന്നെ വലിയ വൈരാഗ്യമായി ഈ അഫാൻ മാറിയിരുന്നു. ഐഫോൺ വാങ്ങിയതിനും കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഈ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയിൽ എന്തിന് പുതിയ വാഹനം, പുതിയ ഫോണൊക്കെ വാങ്ങി എന്ന കുറ്റപ്പെടുത്തൽ മാമയുടെ ഭാഗത്തു നിന്നും മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടി ഭ്രാന്തായതിനു ശേഷമാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയത്. പക്ഷേ കൊടും ക്രൂരതയോടുകൂടി മുഖം അടിച്ചടിച്ച് വെണ്ണീറാക്കിക്കൊണ്ട് സ്നേഹിച്ച ഒരു പെൺകൊച്ചിനെയും അതുപോലെ തന്നെ സ്വന്തം സഹോദരനെയും അമ്മയെയും മുത്തശ്ശിയെയും മാമയെയും ഒക്കെ തന്നെ കൊന്നു തള്ളിയപ്പോൾ എന്ത് സന്തോഷമാണ്, എന്ത് ആനന്ദമാണ് കിട്ടിയത് എന്നുള്ള ചോദ്യവും ഉണ്ട് ഇവിടെ.